ഓക്കെ, സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷവോമിയുടെ സൈഡിൽ നിന്ന് വരുന്ന പുതുപുത്തൻ ബഡ്ജറ്റ് ഫോണായ റെഡ്മി 9 പ്രൈം ആണ്. 10,000 താഴെയുള്ള പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫോണാണ് ഈ റെഡ്മി 9 പ്രൈം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് പ്ലസ് ഇതിൻ്റെ ചില ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസ് ആണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ, എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഓക്കെ, സോ ഇതാണ് റെഡ്മി 9 പ്രൈമിൻ്റെ ബോക്സ് ആണ്. ഫ്രണ്ടിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 5020 mAh ബാറ്ററി എഴുതിയിട്ടുണ്ട്. ടോപ്പിലും ബോട്ടമിലും വലുതായിട്ടൊന്നുമില്ല, ലെഫ്റ്റ് റൈറ്റ് ഓക്കെയാണ്. ഓക്കെ, ബാക്കിൽ ചില സ്പെസിഫിക്കേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 ചിപ്സെറ്റ് ആണ്. 13 MP AI ക്വാഡ് ക്യാമറ ഉണ്ട്. 5020 mAh ബാറ്ററി, ഫുൾ HD+ ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ്. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ ഡോക്യുമെൻറ്റേഷൻ ആണ്. പിന്നെ ഈ TPU കേസ് ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള TPU കേസാണ്. 10,000 താഴെയുള്ള ഫോൺ ആണെങ്കിലും അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന TPU നല്ല ക്വാളിറ്റിയുള്ള TPU കേസ് തന്നെയാണ്. ഫോൺ നമുക്ക് മാറ്റി വെക്കാം തൽക്കാലം. 10 വാട്ടിൻ്റെ നോർമൽ ചാർജർ ഉണ്ട്. Type C ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ഒരു സിം ഇജക്ടർ ടൂളാണ്. ഈ 6 സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബോക്സിൽ കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് ഫോണുണ്ട്, സിം ഇജക്ടർ ടൂൾ, ഡോക്യുമെൻറ്റേഷൻ, TPU കേസ്, 10 വാട്ടിൻ്റെ നോർമൽ ചാർജർ, എന്നിട്ട് ഒരു Type C ചാർജിങ് കേബിൾ. ഇനി നമുക്ക് ഫോൺ നോക്കാം. ഈ ഫോണിൻ്റെ ഇൻ ഹാൻഡ് ഫീലിനെ കുറിച്ച് സംസാരിച്ചാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നൊരു സംഭവമാണ് ഇതിൻ്റെ ബാക്ക്. സോ ബാക്കിൻ്റെ ഫിനിഷ് ഉണ്ടല്ലോ, ആ ഫിനിഷ് ഗ്ലോസിയാണ്, ഷൈൻ ആവുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു എന്താ പറയുന്ന ഒരു സ്മൂത്ത് ഗ്ലോസി അല്ല, ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷാണ്. നല്ലൊരു ഫിനിഷാണ്. കാരണം ഒരു മാറ്റ് ഫിനിഷിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. കയ്യിൽ നിന്ന് അത്രയും പെട്ടെന്ന് തെന്നി പോകത്തില്ല. ഓക്കെ, സോ നല്ലൊരു ടെക്സ്റ്റേർഡ് ഫിനിഷാണ്. ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. എനിക്കറിയില്ല നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. നല്ലൊരു ടെക്സ്റ്റേർഡ് ഫിനിഷാണ്. പിന്നെ വെയിറ്റും അത്യാവശ്യം ഓക്കെയാണ്. 200 ഗ്രാമിൻ്റെ ആണ് വെയിറ്റ്. സ്വല്പം വൈഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഡിസ്പ്ലേ സ്വല്പം വൈഡ് ആണ്. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ഫ്രണ്ടിൽ 6.53 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. ബാക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മാറ്റ് ഫിനിഷ് ഉണ്ട്. മിൻറ്റ് ഗ്രീൻ കളറാണ്. പിന്നെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. LED ഫ്ലാഷ് ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. പിന്നെ റെഡ്മിയുടെ ബ്രാൻഡിങ്ങും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇതൊരു യൂണി ബോഡി ബിൽഡാണ്. സോ ഇതിൽ ഫ്രെയിം ഇല്ല. ബാക്ക് കവർ തന്നെ ഇങ്ങനെ കർവ്ഡ് ആയിട്ട് വരുവാണ് സൈഡിലേക്ക്. സോ ഹോൾഡ് ചെയ്യാനും നല്ലൊരു ഫീലാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈ കർവ്ഡ് സൈഡ്സ് ആയതുകൊണ്ട് ഹോൾഡ് ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ്. ഇനി നമുക്കിതിൻ്റെ കേസ് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, സോ നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ആവുന്നുണ്ട്, സ്റ്റക്ക് ആവുന്നുണ്ട്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ലൂസിനെസ് ഒന്നുമില്ല. നല്ല ഞാൻ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു TPU കേസ് തന്നെയാണ്. നോ ഇഷ്യൂ, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങളുടെ ഡിസ്പ്ലേയും ബോഡിയൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാ സൈഡിലും പ്രൊട്ടക്റ്റഡ് ആണ്. പ്ലസ് ഇതിലും ആ ഒരു താഴെ ചാർജിങ് പോർട്ടിൻ്റെ ഒരു ഫ്ലാപ്പ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. ടോപ്പിൽ 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് ആണ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, സെക്കൻഡ് ആണ് IR ബ്ലാസ്റ്റർ. സോ ഈ ഒരു അണ്ടർ 10,000 റേഞ്ചിൽ IR ബ്ലാസ്റ്റർ എന്നൊരു ഫീച്ചർ തരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും പിന്നെ വോളിയം റോക്കറും. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ. ഫോണിൻ്റെ അടിഭാഗത്ത് 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് ആണ് ഹെഡ്ഫോൺ ജാക്ക്, സെക്കൻഡ് ആണ് മൈക്ക്, തേർഡ് Type C ചാർജിങ് പോർട്ടാണ്, പിന്നെ ഒരു സിംഗിൾ സ്പീക്കർ ഉണ്ട്. ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 സിമ്മും പിന്നെ ഒരു മൈക്രോ SD കാർഡും യൂസ് ചെയ്യാൻ കഴിയും ഒരുമിച്ച്. ഞാൻ ഈ ഫോൺ സ്റ്റാർട്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സോ ഞാൻ റെഡ്മി 9 പ്രൈം സെറ്റപ്പ് ചെയ്തു. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് ഓക്കെ ആണ്, പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു എന്ന് തോന്നി. കാരണം നമ്മൾ അൺബോക്സ് ചെയ്ത ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 4 പ്ലസ് ഉണ്ടല്ലോ, അത് HD ഡിസ്പ്ലേ ആണ്. എന്നാലും അതിൻ്റെ ബ്രൈറ്റ്നസ്, അതിൻ്റെ ഒരു ലുക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു ഡിസ്പ്ലേൻ്റെ. ഇതൊരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. സോ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആവുമായിരുന്നു എനിക്ക് തോന്നി. കാരണം ലേശം ലോ ആണ് ബ്രൈറ്റ്നസ്. ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 10 ഉണ്ട്. പിന്നെ കൂടെ വരുന്ന UI ആണ് ഒബ്വിയസ്ലി ഷവോമിയുടെ തന്നെ MIUI 11 ആണ് വരുന്നത്. ചില റിവ്യൂസിൽ ഞാൻ കണ്ടിരുന്നു ഇത് സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ അപ്ഡേറ്റ് വന്നിട്ട് ക്ലീനർ ആപ്പ് പോയി എന്നൊരു റിവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും അങ്ങനെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. സെക്യൂരിറ്റിയിൽ പോയ ആ ഒരു ക്ലീനർ ആപ്പ് ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. സോ ഇതിൽ ക്ലീനർ ആപ്പ് ഉണ്ട്. ക്ലീനർ ആപ്പ് ബൈ ഡിഫോൾട്ട് എടുത്ത് കളഞ്ഞിട്ടില്ല, ഇപ്പോഴും ക്ലീനർ ആപ്പ് ഉണ്ട്. പിന്നെ ഇതിൽ ഷവോമിയുടെ മീ ബ്രൗസർ ആപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആപ്പ് ഗവൺമെൻറ് ബാൻ ചെയ്തിരുന്നല്ലോ അല്ലേ, പക്ഷേ ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ആ ഒരു അപ്ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ മറ്റേ റിവ്യൂസിലൊക്കെ. സോ ചിലപ്പോൾ ആ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞ് മീ ബ്രൗസർ പ്ലസ് ക്ലീനർ മാസ്റ്റർ ആപ്പും ചിലപ്പോൾ പോകുമായിരിക്കും. പിന്നെ ഇനീഷ്യൽ സെറ്റപ്പിൻ്റെ സമയത്ത് 900 MB കുറേ ഒരുപാട് ബ്ലോട്ട് വെയർസ് ഉണ്ട്. എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ എല്ലാം നോ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഒരുപാട് ബ്ലോട്ട് വെയർസ് ഉണ്ട്. ആമസോൺ, ഫേസ്ബുക്ക്, WPS, ലിങ്ക്ഡിൻ, ഇവിടെ സില്ലി,
കുറേ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ ഷൗമിയുടെ ആയ തന്നെ ഒരുപാട് മീ പേ, മീ സ്റ്റോർ, മീ ക്രെഡിറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ UI കുറിച്ച് സംസാരിച്ച നമ്മുടെ ഈ ഒരു മിഡ് റേഞ്ച് പിന്നെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കിട്ടുന്ന MI UI അത് തന്നെയാണ്. വേറെ വ്യത്യാസങ്ങൾ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് ഷൗമിയുടെ. ഫോണിൻ്റെ ഡിസൈൻ നോക്കിയാൽ പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏകദേശം 200 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ്. പക്ഷേ ഈ ഫോണിൽ P2i നാനോ കോട്ടിംഗ് കിട്ടുന്നുണ്ട്. സോ ഇത് വാട്ടർ സ്പിൽ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഈ ഫോൺ വരുന്നത് 4 കളർ വേരിയൻസിലാണ്. മാറ്റ് ബ്ലാക്ക്, മിൻറ്റ് ഗ്രീൻ, സ്പേസ് ബ്ലൂ, പിന്നെ സൺറൈസ് ഫ്ലെയർ. നമ്മുടെ കയ്യിലുള്ളത് മിൻറ്റ് ഗ്രീൻ വേരിയൻ്റ് ആണ്. 6.53 ഇഞ്ചിൻ്റെ IPS LCD ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സിൻ്റെയാണ് റിഫ്രഷ് റേറ്റ്. ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. 19.5:9 ആസ്പെക്ട് റേഷ്യോ. 400 നിറ്റ്സിൻ്റെയാണ് മാക്സ് ബ്രൈറ്റ്നസ്. ടോപ്പ് സെൻറ്ററിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഉണ്ട്. വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ആയതുകൊണ്ട് നിങ്ങൾക്കിതിൽ ആമസോൺ പ്രൈം ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും HD കണ്ടന്റ് കാണാൻ കഴിയും. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഫുൾ HD+ റെസൊല്യൂഷൻ തരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ 10,000 താഴെ മിക്ക എല്ലാ ഫോൺസിലും HD+ റെസൊല്യൂഷൻ ആണ്. പക്ഷേ ഇതിലുള്ളത് ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. ഒരു ടോപ്പ് ക്ലാസ് IPS LCD പാനൽ അല്ല. സോ അത്യാവശ്യം ഓക്കെയാണ് വ്യൂവിങ് ആംഗിൾസ്. ചില ആംഗിളിലൊക്കെ ഇരുട്ട് കയറുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓക്കെ. 10,000 താഴെയുള്ള ഫോൺസ് ആണ്. പക്ഷേ സ്ട്രെയിറ്റ് ഫോണിലേക്ക് നോക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. നല്ല കളേഴ്സ് ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നല്ല ഗുഡ് വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ കിട്ടാൻ പോകുന്നത്. ഷൗമി ഡിസ്പ്ലേൻ്റെ കൂടെ സ്ക്രീൻ പ്രൊട്ടക്ടറും തരുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കാറ്റഗറി നോക്കിയാൽ MediaTekൻ്റെ Helio G80 ചിപ്സെറ്റ് ആണ് ഇതിലുള്ളത്. 12 നാനോമീറ്റർ ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. ടോപ്പ് ക്ലോക്ക് സ്പീഡാണ് 2.0 GHz. നോർമൽ യൂസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. അങ്ങനെ ലാഗോ ഫീലോ സ്റ്റക്കോ അല്ലെങ്കിൽ ഗ്ലിച്ച് ഒന്നും എനിക്ക് തോന്നിയില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതിൻ്റെ UI തന്നെ. സോ MI UI നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിപ്സെറ്റിന് വേണ്ടി ഇവർ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഇനി PUBG പെർഫോമൻസ് നോക്കിയാൽ നിങ്ങൾക്ക് സ്മൂത്തിൽ അൾട്രാ ഇട്ട് കളിക്കാൻ പറ്റും. HD ആണെങ്കിൽ ഹൈ സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റും. ഞാൻ ഒരുപാട് നേരം ഒന്നും കളിച്ച് നോക്കിയില്ല. പക്ഷേ കളിച്ച സമയത്തൊക്കെ 10,000 പ്രൈസ് റേഞ്ച് മനസ്സിൽ വെച്ച് കളിക്കുകയാണെങ്കിൽ വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. എനിക്ക് അങ്ങനെ ഫ്രെയിം ഡ്രോപ്സ് ലാഗ് ഒന്നും കാണേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞാൻ FPS മീറ്റർ ഒന്നും യൂസ് ചെയ്ത് കളിച്ചിട്ടില്ല. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിവ്യൂ ഇതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പെർഫോമൻസിന് വേണ്ടി വാങ്ങിക്കാൻ പോകുന്ന ഒരു ഫോണായിരിക്കും മിക്കവാറും Redmi 9 Prime അല്ലെങ്കിൽ PUBG കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ ഗെയിംസ് കളിക്കാൻ വേണ്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണും. എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെയും ഒരു ഡെഡിക്കേറ്റഡ് PUBG റിവ്യൂ അപ്ലോഡ് ചെയ്യാം. 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 4GB 64GB, 4GB 128GB ആണ്. ഏത് റാം ആണെന്ന് അറിയില്ല. LPDDR4X ആണോ 4 ആണോ 3 ആണോ എന്ന് എനിക്കറിയില്ല, ക്ലിയർ ആക്കിയിട്ടില്ല. പക്ഷേ സ്റ്റോറേജ് eMMC 5.1 ആണ്. സോ നിങ്ങൾക്ക് എന്തായാലും UFS 2.1ൻ്റെ സ്പീഡ് കിട്ടത്തില്ല. സ്റ്റിൽ നോർമൽ യൂസിന് വേണ്ടി അത്യാവശ്യം ഓക്കെയാണ്. ഗെയിമൊക്കെ ലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കും കാരണം eMMC 5.1 ആയതുകൊണ്ട്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ ഫോർ പ്രൈസ് ഓഫ് 10,000 ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. മെയിൻ ക്യാമറ 13 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറ. സോ 13 മെഗാപിക്സലിൻ്റെ f2.2, 8 മെഗാപിക്സലിൻ്റെ f2.2 അൾട്രാ വൈഡ് ഉണ്ട്, 5 മെഗാപിക്സലിൻ്റെ മാക്രോ ഉണ്ട്, 2 മെഗാപിക്സലിൻ്റെയാണ് ഡെപ്ത് സെൻസർ. അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് തന്നെയാണ്. ബഡ്ജറ്റ് ഫോണും പിന്നെ അതിനോടൊപ്പം തന്നെ 13 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ 13 മെഗാപിക്സലിൻ്റെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള 13 മെഗാപിക്സലിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഷൗമിയുടെ നോർമൽ നമ്മൾ കാണുന്ന അവരുടെ സ്റ്റാൻഡേർഡ് ട്രേഡ് മാർക്ക് ഇമേജ് പ്രോസസ്സിംഗ് ആണ്. സോ അതനുസരിച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, നല്ല ഡീസൻറ്റ് ക്യാമറ തന്നെയാണ്. മെയിൻ ക്യാമറ വെച്ച് നിങ്ങൾക്ക് മാക്സിമം 1080p 30 FPS എടുക്കാൻ കഴിയും. ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സലിൻ്റെ ആണ്. എന്നാലും എനിക്ക് ഫ്രണ്ട് ക്യാമറയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കുറച്ചൊരു ഡീറ്റെയിൽസ് കിട്ടി. ഞാൻ സൂമിനൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ മോശമായ ക്യാമറ അല്ലെങ്കിൽ ക്യാമറയിൽ ഇതിൻ്റെ ക്യാമറ സിസ്റ്റത്തിലോ മെയിൻ ക്യാമറ ആയാലും ഫ്രണ്ട് ക്യാമറ ആയാലും രണ്ടിലും അങ്ങനെ ചൂണ്ടി കാണിക്കാൻ പറ്റുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് പിന്നെ ഈ ഒരു ക്യാമറ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ മോശമായ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന ഒരു ഫീച്ചറൊന്നും ഇല്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോൺ വരുന്നത് 5020 mAh ബാറ്ററിയുമായിട്ടാണ്. സോ അത്യാവശ്യം നല്ല വലിയ ബാറ്ററി ഉണ്ട്. പ്ലസ് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. പക്ഷേ കൂടെ വരുന്നത് 10 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജർ. സെൻസേഴ്സും മറ്റു ഫീച്ചേഴ്സും നോക്കിയാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന മിക്ക എല്ലാ സെൻസേഴ്സ് ഇതിലും കിട്ടുന്നുണ്ട്. പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറോമീറ്റർ, ജൈറോസ്കോപ്പ്, എല്ലാ മാഗ്നറ്റിക് സെൻസർ എല്ലാം നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ ഒരു ബഡ്ജറ്റ് മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഷോമി മാത്രം തരുന്ന ഒരു ഫീച്ചറാണ് IR ബ്ലാസ്റ്ററിൻ്റെ. ആ ഫീച്ചർ നിങ്ങൾക്ക് ഇതിലും കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല റെസ്പോൺസീവ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പിന്നെ എനിക്കൊരു പ്ലസ് പോയിന്റ് തോന്നിയത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുടെ പൊസിഷൻ കുറച്ച് റേസ്ഡ് ആണ്, അല്ലെങ്കിൽ കുറച്ച് തള്ളി നിൽക്കുകയാണ്, അല്ലാതെ ഒരു കുഴിയിലല്ല. നമ്മൾ സാധാരണ കാണുന്നത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒരു കുഴിയിലായിരിക്കും. പക്ഷേ ഇത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമ്മുടെ ക്യാമറ മോഡലിന് തന്നെ താഴെ ആണ് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്.
അത് കണ്ടുപിടിക്കാനും പിന്നെ അത് നമ്മുടെ ഫിംഗർ ഇട്ട് അത് നമുക്ക് അൺലോക്ക് ചെയ്യാനും കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ പെർഫോമൻസും ഫേസ് അൺലോക്ക് രണ്ടും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ല. അതിനോടൊപ്പം തന്നെ FM റേഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് റേഡിയോ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഫോൺ വാങ്ങാം. വൈഫൈ കോളിംഗ് ഉണ്ട്, ഡ്യുവൽ 4G വോൾട്ടി ആണ്, വൈഡ് 1 L1 സപ്പോർട്ട് ഉണ്ട്, SAR വാല്യൂ ലിമിറ്റിലാണ്. ഓഡിയോ പെർഫോമൻസ് നോക്കിയാൽ സിംഗിൾ സ്പീക്കേഴ്സാണ്, അത്യാവശ്യം നല്ല ലൗഡ് തന്നെയാണ്. നിങ്ങൾക്ക് സ്പീക്കറിലിട്ടൊക്കെ പാട്ടുകൾ കേൾക്കാൻ കഴിയും. 10,000-ൻ്റെ ഫോണാണ്, അത് ഓർക്കണം. സോ അത് വെച്ച് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. റെഡ്മിയുടെ സൈഡിൽ തന്നെ റെഡ്മിയുടെ Note 8 വന്നിരുന്നു. അത് 10,000-ന് താഴെ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ, ഫ്രണ്ടും ബാക്കും ഗ്ലാസ്, അതൊക്കെയായിരുന്നു സെറ്റപ്പ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബഡ്ജറ്റ് ആയാലും ലോവർ മിഡ് റേഞ്ച് പ്രീമിയം മിഡ് റേഞ്ച് എല്ലാ ഫോണുകളുടെ പ്രൈസ് കൂട്ടിയ സ്ഥിതിക്ക് 10,000 താഴെ എനിക്ക് തോന്നുന്നു ഇപ്പം നിലവിൽ ബെസ്റ്റ് സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫോൺ ഇപ്പം ഈ റെഡ്മി 9 പ്രൈം ആണ്. ഈ ഫോണിൽ ആകെയുള്ള ഒരു കുറവ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഡിസ്പ്ലേയിലാണ്. ശകലം ലെസ് ആണ്, ബ്രൈറ്റ്നസ് കുറവാണ്. കുറച്ചുകൂടെ ഒരു ലേശം കൂടെ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു പോപ്പപ്പ് കളേഴ്സ് കുറച്ചുകൂടെ നന്നായിട്ട് പോപ്പ് ആയതിനെ. അതിനോടൊപ്പം തന്നെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പം സൺലൈറ്റിലൊക്കെ വെയിലത്തൊക്കെ കുറച്ചുകൂടെ നല്ലൊരു വിസിബിലിറ്റി കിട്ടിയേനെ. ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ഉണ്ട്. സോ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഡിസ്പ്ലേൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്ത് വന്നേനെ. ബട്ട് സ്റ്റിൽ 10,000 താഴെ ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ഉണ്ട്. 4GB 4GB കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മീഡിയടെക്കിൻ്റെ ഹീലിയോ G80 പ്രൊസസ്സറും വരുന്നുണ്ട്. ഷവോമി ഇനി ഭാവിയിൽ ഇതിൻ്റെ പ്രൈസ് കൂട്ടുമോ എന്നറിയില്ല. പക്ഷേ 10,000-ൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ഓപ്ഷനാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 500, 600, 300 രൂപ വെച്ച് ഒരു മിക്കവാറും കൂട്ടും, ഓരോരോ മാസം കൂടുതലും കൂട്ടും. സോ അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഈസ് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.